ശ്രീകാന്ത് തിരുത്തൽ മൂല അവരുകളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ബാവ അവരുകളെ ക്ഷണിക്കുന്നു. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാന നിമിഷമാണിത്. അതാണ് ഈ ഇംഗ്ലീഷ് മാസ്റ്റർ. ഈ ഇംഗ്ലീഷ് മാസ്റ്റർ ഇപ്പോൾ ഇവിടെ തുടങ്ങുന്നതിന് ഒരു വലിയൊരു കാരണം തന്നെയുണ്ട്. അത് പണ്ട് എൻ്റെ യൗവന കാലത്ത് ഇംഗ്ലീഷ് വേർഡ് അറിയാത്തതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് അപമാനിതനായിട്ടുണ്ട്. അതിന് പല തിരുത്തൽ വ്യക്തികളുണ്ട്, ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. മാത്രമല്ല, അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ഒരു ദൃഢനിശ്ചയം എടുത്തു, ഇനിയൊരു യുവാക്കളും ഇംഗ്ലീഷ് അറിയാത്തതിന്റെ പേരിൽ ബുദ്ധിമുട്ടരുത്. അതാണ് ഈ ഇംഗ്ലീഷ് മാസ്റ്റർ. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇത് എങ്ങനെയാണ് പഠിപ്പിക്കുക എന്നുള്ളത്. അതിനൊരു വഴിയുണ്ട്. പാവങ്ങളുടെ OTT ആയ ടെലഗ്രാം എന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ. കൊള്ളാലോ തൻ്റെ ഫോൺ. ഏതാ ഇത്? ഇത് ആപ്പിൾ 24 മരവും കുഴപ്പമൊന്നും കൊടുന്ന വാച്ചുണ്ട്. കൊള്ളാലോ. ഞാൻ ആദ്യമായിട്ട് ആപ്പിൾ വാങ്ങിയ സമയത്ത് അതിൽ വെറും 3 ക്യാമറ ഉണ്ടായിരുന്നു. ഇതിൽ 24 ക്യാമറ ഉണ്ട്. എണ്ണിയൊക്കെ വേണ്ട, താൻ തന്നെ എണ്ണിക്കോ. എന്തൊരു തള്ള ഇത്. ഇനി നിങ്ങൾ ആരും ഇംഗ്ലീഷിനെ കുറിച്ച് പേടിക്കണ്ട. ഞങ്ങളുടെ ടാഗ്നിൽ എഴുതിയ പോലെ ഇംഗ്ലീഷിന് പച്ച വെള്ളം. അതിനുവേണ്ടി ചുക്കാൻ പിടിച്ച നമ്മുടെ ഭാവ അവരുടെ എൻ്റെ വ്യക്തിപരമായ നന്ദി അറിയിക്കുന്നു. മാത്രവുമല്ല, നമ്മുടെ മുഖ്യാതിഥിയും ഉദ്ഘാടകനായ തിരുത്തൽമൂല മുൻ MLA-യും എൻ്റെ പഴയ സുഹൃത്തും അതിലുപരി ഒരു അധ്യാപകനുമായ ശ്രീകാന്ത് തിരുത്തൽമൂലയെ ഞങ്ങളുടെ മൊമെൻറ്റോ നൽകുവാനായി ബാവ അവരുടെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിരോധമില്ലെങ്കിൽ ഒരു 2 വാക്ക് സംസാരിച്ചോട്ടെ. താങ്ക് യു. എൻ്റെ പഴയ സുഹൃത്ത് ഇംഗ്ലീഷ് മാസ്റ്ററിൻ്റെ CEO ശ്രീ ആദിൽ ആപ്പിലങ്ങാടി, അദ്ദേഹം പറഞ്ഞ പോലെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വസ്തു ഇത് മൊമെൻറ്റോ അല്ല. എന്താണ് അതിലെ പഠിച്ചു വളർന്ന് പുതിയ ഇംഗ്ലീഷ് കമ്പനിയൊക്കെ തുടങ്ങിയില്ലേ, എന്നിട്ടും ബേസിക്സ് ഒന്നും പഠിച്ചിട്ടില്ല അല്ലേ? ഇത് വളരെ എളുപ്പമാണ്. എഴുതിയതുപോലെ അങ്ങ് വായിച്ചാൽ മതി. MEMENTO. മെമെന്റോ. മെമെന്റോ, മൊമെന്റോ അല്ല, മെമെന്റോ. തിരുത്തൽമൂല പണി തുടങ്ങി. ചില ആളുകൾ ഇതിനെ മിമെന്റോ എന്നും പറയും. അങ്ങ് അമേരിക്കയിൽ ഇതിനെ മൊമെന്റോ എന്ന് പറയും. എന്നാലും ശ്രീ ആദിൽ പറഞ്ഞതുപോലെ മൊമെന്റോ അല്ല. സാരമില്ല ആദിൽ, ഏതായാലും ഇനി ഞാൻ വന്നില്ലേ, എല്ലാം നമുക്ക് ശരിയാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് മാസ്റ്ററിന് എൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. English House. English ini pacha bellam. Sorry. English at your fingertips. അതെ, അല്ല ഈ ബാവക്കാന്ന് പറയണത് പണ്ട് മറ്റേ കുലുക്കി സർബത്ത് പരിപാടികളൊക്കെ കുലുക്കി ബാവക്ക. അതിന് അവിടുന്ന് ഹുറൂജടിച്ചു വിട്ടാണേ അറബിനെ പറ്റിച്ചിട്ട്. ഇപ്പൊ നാട്ടില് സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ട്. എന്താ കുലുമാണ്. പിന്നെ കുലുക്കി സർബത്തും ഒക്കെ നോക്കി നടന്നാ പോരെ. അതിലില്ലേ ഈ ചെങ്ങായി അതും പറഞ്ഞു പണ്ടത്തെ ഉഡായിപ്പിന്റെ ഇവരൊക്കെ സെറ്റാണ്. ഓനെ തിരുത്തൽമൂല, ഇവര് ബാവക്ക, അവരൊക്കെ പണ്ട് ഇംഗ്ലീഷ് ഹൗസിൽ ഉണ്ടായതാണ്, ഒന്നിച്ചുണ്ടായതാണ്. അവിടുന്ന് പിന്നെ ഇയാള് മെമ്പറായി, MLA ആയി. MLA ആവാനുള്ള കാരണമുണ്ട്. പണ്ടാ മന്ത്രിയുടെ മകളുടെ പുറകിൽ. അതന്നെ, അതുകൊണ്ടല്ലേ മൂപ്പര് MLA ആയത്. അല്ലെങ്കിൽ ഇപ്പോഴും നാട്ടുകാരും തിരുത്തി ഇങ്ങനെ നടക്കുന്നുണ്ടാവും. പണ്ട് മുതൽ എന്തിന് കഴിഞ്ഞ മാസം ഇപ്പൊ മറ്റേ കോയംകാന്റെ അടുത്ത് നന്നായിട്ടൊന്ന് കിട്ടിയിരിക്കണ്. അയാളോട് ആംപ്ലേറ്റ് അല്ല ഓംപ്ലേറ്റ് ആണെന്ന് പറഞ്ഞാൽ അപ്പൊ കിട്ടിയാണ് ആംപ്ലേറ്റ് എടുക്കണ ചട്ടം കൊണ്ടുവരായിട്ട്. ചെങ്ങായി വരാ പാവക്കാന്റെ പണിയേക്കാരം. നാട്ടുകാർക്ക് മനസ്സിലാണ മാതിരി ടൈറ്റിൽ ഇടണമെന്നും പറഞ്ഞു. അതെ, കുലുമാളത്തെ ആളല്ലേ, പച്ചവെള്ളം കിട്ടുന്നതിന് വലിയ അതിശയൊന്നുമില്ല തന്നെയാണ്. അല്ലാതെ ഈ വള്ളം എന്നൊക്കെ ആരെങ്കിലും ഇടും. മലയാള ഭാഷ അത് അടിച്ചു പൊളിക്കാന്നാ നാട്ടുകാരെല്ലാം മുടിച്ചു.